ഇടുക്കി രൂപതയുടെ പ്രഥമ മെത്രാനായിരുന്ന മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവിന്റെ ചരമവാർഷിക ദിനത്തിൽ സുപ്രധാന ജനക്ഷേമ പദ്ധതികൾക്ക് ഇടുക്കി രൂപത തുടക്കം കുറിച്ചു. വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളിയിൽ നടന്ന പരിശുദ്ധ കുർബാനയ്ക്കും കബറിടത്തിലെ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്കും ശേഷം രൂപതാ കേന്ദ്രത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ രൂപതാ മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നേൽ പദ്ധതികളുടെ പ്രഖ്യാപനം നടത്തി. ഇടുക്കി രൂപത സ്ഥാപിതമായിട്ട് 2028 25 വർഷങ്ങൾ പൂർത്തിയാകും. ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഭവനരഹിതരായ പരമാവധി ആളുകൾക്ക് ഭവന നിർമ്മാണത്തിന് വേണ്ട സഹായം നൽകുകയാണ് ലക്ഷ്യം. രൂപതയിലെ ഇടവകകൾ, സന്യാസ ഭവനങ്ങൾ, ഭക്തസംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിൽ ധനശേഖരണം നടത്തി ഭവനങ്ങൾ നിർമ്മിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവിന്റെ സ്മരണാർത്ഥം നടപ്പിലാക്കുന്ന ഈ പദ്ധതിയുടെ ആദ്യ സഹായനിധി വിൻസെന്റ് ഇപ്പോൾ സംഘടനയുടെ രൂപതാ പ്രസിഡന്റ് സണ്ണി കുടുക്കുമാക്കലിന് മെത്രാൻ കൈമാറി. ഡയാലിസിസിന് വിധേയരാകുന്ന രോഗികളെ സഹായിക്കുകയാണ് രണ്ടാമത്തെ പദ്ധതി. രൂപതയുടെ സാമൂഹികക്ഷേമ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഉദാരമതികളായ ആളുകളുടെ സഹായത്തോടെ പരമാവധി ഡയാലിസിസ് രോഗികൾക്ക് സഹായം നൽകുന്നതിനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. പഠനത്തിൽ മികവ് പുലർത്തുകയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുകയും ചെയ്യുന്ന ഭവനത്തിലെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സാമ്പത്തിക സഹായം നൽകുകയാണ് മൂന്നാമത്തെ പദ്ധതി. ടീച്ചേഴ്സ് ഗിൽഡിന്റെ സഹായത്തോടെ രൂപതാ വിദ്യാഭ്യാസ ഏജൻസിയുടെ നേതൃത്വത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. രാവിലെ 6:15 വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളിയിൽ നടന്ന പരിശുദ്ധ കുർബാനയ്ക്കും തുടർന്ന് കബറിടത്തിൽ നടന്ന അനുസ്മരണ പ്രാർത്ഥനയ്ക്കും ഇടുക്കി രൂപതാ മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നേൽ കാർമ്മികത്വം വഹിച്ചു. രൂപതാ കേന്ദ്രത്തിലെ വൈദികർ സഹകാർമ്മികരായിരുന്നു. മലയോര മണ്ണിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ജീവിതമായിരുന്നു മാർ മാത്യു ആനിക്കുഴിക്കാട്ടിലിന്റേതെന്ന് മാർ ജോൺ നെല്ലിക്കുന്നേൽ അനുസ്മരിച്ചു. കോതമംഗലം രൂപത വിഭജിച്ച് 2003 ഇടുക്കി രൂപത രൂപപ്പെട്ടപ്പോൾ രൂപതയുടെ ഇടയനായി സഭ നിയമിച്ചത് ഹൈറേഞ്ചുകാരനായ ആനിക്കുഴിക്കാട്ടിൽ മാത്യു അച്ഛനെയായിരുന്നു. 15 വർഷത്തെ ഇടയ ശുശ്രൂഷ പൂർത്തിയാക്കി 2010 അദ്ദേഹം വിരമിച്ചു. 2020 മെയ് 1 അദ്ദേഹം അന്തരിച്ചത്. കർഷക ജനതയോടും പാവങ്ങളോടും അനുകമ്പ കാണിച്ചുകൊണ്ടും കുടുംബത്തിന്റെ വിശുദ്ധിയും പവിത്രതയും കാത്തുസൂക്ഷിച്ചുകൊണ്ടും വലിയ പിതാവിന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ നമുക്കും ശ്രമിക്കാമെന്നും അഭിമന്യ പിതാവ് പറഞ്ഞു. ഷെക്കനാനോസ്, ഇടുക്കി.